ഏറ്റവും വലിയ ജ്ഞാനം ദൈവത്തെക്കുറിച്ച് അറിയുന്നത്. അതിലും വലിയ ജ്ഞാനമായിട്ട് ഞാൻ വിചാരിക്കുന്നത് യേശുവിനെ കുറിച്ച് അറിയുന്നതാണ്. ഏറ്റവും വലിയ ജ്ഞാനം യേശുവിനെ കുറിച്ച് അറിയുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യേശുവിനെ കുറിച്ചുള്ള അറിവാണ് ഏറ്റവും വലിയ, ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ജ്ഞാനം. ഞാൻ പല രക്ഷകർത്താക്കളോടും പറയാറുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം അത് വലിയ വിദ്യാഭ്യാസമൊന്നുമല്ല. നിങ്ങളവനെ യേശുവിനെ കൊടുക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ക്രിസ്തു. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നും കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് യേശുവിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, യേശുവിനെ കൊടുക്കുക. യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണ്. ഞാനൊരു മതവിശ്വാസിയല്ല. മതത്തിന്റെ ചട്ടക്കൂടുകളിൽ, ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ ഒന്നും കുടുങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഞാനൊരു ക്രിസ്തു വിശ്വാസിയാണ്. യേശു വിശ്വാസിയാണ്. യേശു ക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചതായിട്ട് ഞാൻ കരുതുന്നില്ല. ക്രിസ്തു അതൊരു വലിയ സത്യമാണ്. ക്രിസ്തു ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ സർവ്വ മനുഷ്യനും നൽകിയിരിക്കുന്ന രക്ഷയുടെ ഏക നാമം, അതാണ് ക്രിസ്തു. ഒരുപാട് ദൈവസങ്കല്പങ്ങളുള്ള നമ്മുടെ നാട്ടിൽ എല്ലാ ദൈവസങ്കല്പങ്ങളും നല്ല മനുഷ്യനെ രക്ഷിക്കാനും പാപിയായ മനുഷ്യനെ നിഗ്രഹിക്കാനും ദുഷ്ടനെ നിഗ്രഹിക്കുകയും ശിഷ്ടനെ രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവങ്ങൾ. അങ്ങനെയുള്ള ദൈവസങ്കല്പങ്ങളുടെ നാട്ടിൽ പാപികളെ രക്ഷിക്കാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് ക്രിസ്തു മാത്രമാണ്. ക്രിസ്തു മാത്രമാണ് പറഞ്ഞത്, പാപികളായ മനുഷ്യരെ രക്ഷിക്കാനാണ് ഞാൻ ഭൂമിയിൽ വന്നത്. 8 വർഷങ്ങൾ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഞാനും ജിഷയും കൂടെ ഇങ്ങനെ കൈകോർത്തിരുന്ന് കരഞ്ഞ ദിവസങ്ങൾ, പ്രാർത്ഥിച്ച് കരഞ്ഞ ദിവസങ്ങൾ, ചികിത്സയുമായി മുന്നോട്ട് പോയ ദിവസങ്ങൾ, 5 വർഷക്കാലം വൈദ്യശാസ്ത്രം എല്ലാ മേഖലകളിലും അതിന്റെ എല്ലാ ചികിത്സാ വിധികളിലും എല്ലാ വൈദഗ്ധ്യവും പ്രയോഗിച്ച് നോക്കിയിട്ട് ഒടുവിൽ ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞു, ഇനി ഞങ്ങൾക്കിതിൽ ഒന്നും കാണുന്നില്ല, ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ ദൈവത്തിന് വിളിച്ച് പ്രാർത്ഥിക്കുക, ദൈവത്തിന് എന്തെങ്കിലും അത്ഭുതം ചിലപ്പോൾ ചെയ്യാൻ പറ്റിയിരിക്കും എന്ന് വൈദ്യശാസ്ത്രം ഞങ്ങളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ, അപ്പോഴാണ് ഞങ്ങൾ ദൈവത്തെക്കുറിച്ച് ഇവിടെ കേട്ടിട്ടുണ്ട്, യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞാനൊരു ക്രിസ്തീയ ഭവനത്തിൽ തന്നെയാണ് ജനിച്ചത്. എല്ലാ ക്രിസ്ത്യാനികളും കേൾക്കുന്നത് പോലെയൊക്കെ ക്രിസ്തുവിനെ കേട്ടിട്ടുണ്ട്. എന്നല്ലാതെ ക്രിസ്തുവിന്റെ ഒരു മഹാശക്തിയെക്കുറിച്ച്, ക്രിസ്തുവിന്റെ ആ ഒരു മഹാമഹത്വത്തെക്കുറിച്ച് അറിയാനിടയായത് ഞങ്ങൾക്ക് കുഞ്ഞില്ലാതിരുന്ന ആ കാലഘട്ടം. വൈദ്യശാസ്ത്രം ഞങ്ങളെ കൈയൊഴിഞ്ഞപ്പോ ഞങ്ങൾ ദൈവത്തെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ദൈവദാസന്മാർ ഞങ്ങളുടെ ഭവനത്തിൽ വരികയും ആ സഭയിലുമൊക്കെ ഒരുപാട് ദൈവദാസന്മാർ ഞങ്ങൾക്ക് വേണ്ടി കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 5 വർഷങ്ങൾക്ക് ശേഷം പ്രാർത്ഥനയിൽ ഒരു വൈദ്യശാസ്ത്രത്തിന്റെയും സഹായമില്ലാതെ, വൈദ്യശാസ്ത്രം പൂർണ്ണമായും ഈ കാര്യത്തിൽ കൈയൊഴിഞ്ഞ ഞങ്ങൾക്ക് സർവശക്തനായ ദൈവം യേശുവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമായി 8ാമത്തെ വർഷം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ എന്റെ സർവശക്തനായ ദൈവം നൽകി. അതൊക്കെ ആ കാലത്ത്, ഇപ്പോ എന്റെ കുഞ്ഞ് 3ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അന്ന് എനിക്കിതൊക്കെ ഒരു വലിയ അത്ഭുതമായിട്ട് ഞാൻ ഇതൊക്കെ കാണുമായിരുന്നു. പക്ഷെ ഇന്ന് ആ സർവശക്തനായ ദൈവത്തിന്റെ ഒരു മഹാമഹത്വം ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോ ഇതൊക്കെ എത്ര നിസ്സാരമായിട്ട് കഴിയുന്ന കാര്യങ്ങളാണ് എന്റെ ദൈവത്തിന് എന്ന തിരിച്ചറിവിൽ, അതൊരു വെറും ഒരു വിശ്വാസമല്ല, അതിന്റെ ഒരു ബോധ്യമാണ്. യേശുക്രിസ്തു എന്നത് ജീവിക്കുന്ന ദൈവം എന്ന ഉത്തമ ബോധ്യമാണ് എനിക്കുള്ളത്. ഞാൻ പലപ്പോഴും ക്രിസ്തു വിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്നവരെ കുറിച്ച് വല്ലാതെ നിരാശപ്പെടാറുള്ള ഒരു കാര്യം, ഈ ജീവിക്കുന്ന ദൈവത്തെ വിട്ടിട്ട് ക്രിസ്തു എന്ന ഈ ഒരു ഇപ്പോഴും ജീവിക്കുന്ന എന്തിനും മതിയായവനായ സർവശക്തനായ ആ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ വിട്ടിട്ട് ക്രിസ്തു വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും മറ്റു പലതിന്റെയും പുറകെയൊക്കെ ഇങ്ങനെ അന്ധമായി നടക്കുന്നത്. എത്ര മൂഢരാണ് നിങ്ങൾ, എത്ര വിഡ്ഢികളാണ് നിങ്ങൾ ഈ ജീവനുള്ള ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് മറ്റു പലതിന്റെയും പുറകെ നിങ്ങൾ പോകുന്നത്. ഈ യഥാർത്ഥ സത്യം നിങ്ങൾ തിരിച്ചറിയണം. ആ സത്യം നമ്മൾ കാണാതെ, ക്രിസ്തു എന്ന ജീവിക്കുന്ന ദൈവത്തെ കാണാതെ നമ്മൾ എന്തൊരു വിഡ്ഢികളുടെ ഒരു ലോകത്താണ് നമ്മൾ അലിയുന്നത്. ക്രിസ്തു വിശ്വാസികൾ പോലും മറ്റാരെങ്കിലും നമുക്ക് വേണ്ടി നമ്മുടെ സകല പാപങ്ങളും ശാപങ്ങളും എല്ലാം ഏറ്റുകൊണ്ടാണ് മരിച്ചത് എന്ന് നമ്മൾ ഓർക്കണം. അടക്കപ്പെട്ട് 3ാം നാൾ ഉയർത്തെഴുന്നേറ്റുണ്ടോ? മറ്റാരെങ്കിലും അങ്ങനെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? മറ്റാരെങ്കിലും അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ നമ്മോടൊപ്പം ജീവിക്കുന്ന മറ്റേതെങ്കിലും ഒരു ദൈവസങ്കല്പമുണ്ടോ? ക്രിസ്തു പറഞ്ഞത് മുഴുവൻ സത്യമാണ്. എന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം അത് ക്രിസ്തു പറഞ്ഞു എന്നുള്ളതാണ്.